ഗുഡ് മോർണിംഗ് ആൾ. നമ്മുടെ തേർഡ് ടേം എക്സാം ഒക്കെ കഴിഞ്ഞു. എല്ലാരും നന്നായി എഴുതിയിട്ടുണ്ട്. ആരെങ്കിലും നോക്കി എഴുതിയോ? ആരും നോക്കി എഴുതിയ പോലെ തോന്നുന്നുണ്ടല്ലോ. ഇല്ലേ? ആരും നോക്കി എഴുതിയിട്ടില്ലേ? എന്റെ മക്കളെല്ലാം നന്നായി പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, നിങ്ങൾ കൂടുതൽ സമയം പഠിക്കാതെ നിങ്ങൾ ഫുൾ ടൈം കളിക്കുകയാണെന്നാണ് പറയുന്നത് കേട്ടത്. ഞാൻ അതിലെ വരുന്ന സമയത്തെല്ലാം നിങ്ങൾ കളിക്കാൻ പോയിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ നന്നായി ഇരുന്ന് പഠിക്കുക. ഇനി നമുക്ക് കുറച്ച് ദിവസമല്ലേ പഠിക്കേണ്ട ആവശ്യമുള്ളൂ, കുറച്ചു കാലം പഠിച്ചാൽ മതി. അത് കഴിഞ്ഞാൽ പിന്നെ 2 മാസം വെക്കേഷൻ. ഫുൾ ടൈം വെക്കേഷൻ ആണ് എങ്കിലും ഇനി നമുക്ക് വെക്കേഷൻ വന്ന് നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പോകണം അല്ലേ? ഓക്കെ, ഇനി നമ്മൾക്ക് പാഠം തേർഡ് ടേമിലെ മലയാളത്തിലെ പാഠം 1 വവ്വാൽ. ആ ചിത്രം ഏതാണെന്ന് നോക്കൂ. വവ്വാൽ അത് എല്ലാവരും കണ്ടിട്ടുണ്ടോ? വവ്വാൽ. ഓക്കെ, ആ വവ്വാൽ. വവ്വാൽ എങ്ങനെ എഴുതാം? എന്താണിത്? വവ്വാൽ. എന്താണിത്? വവ്വാൽ. ഇതെന്താ? വവ്വാൽ. ഈ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ വാക്കറിയാം? ചൊവ്വ. എന്താണ്? ചൊവ്വ. ഇനി എന്തെല്ലാം അറിയാം? അപ്പൊ നിങ്ങൾ കുറെ വേർഡ്സുകൾ ഇതുപോലെ വവ്വാൽ, ചൊവ്വ, അങ്ങനെ കുറെ വാക്കുകളെല്ലാം നിങ്ങൾ എഴുതി ഒരു 10 വാക്ക് കണ്ടുപിടിക്കുക. എന്നിട്ട് എഴുതിയിട്ട് ടീച്ചർക്ക് അയച്ചു തരിക കേട്ടോ. അടുത്ത വാക്ക് ഏതാ? എന്താണ്? കയ്യൂക്ക്. കയ്യൂക്ക്. ഇനി എന്താണ്? കയ്യാല. വവ്വാൽ, ചൊവ്വ, കയ്യൂക്ക്, കയ്യാല. ഇനി അടുത്തത് എന്ന അക്ഷരമാണ്. എന്താണ്? എന്താ വരിക? കമ്മൽ. കമ്മൽ. തുമ്മൽ. അടുത്തത് ചിതൽ. ഇനി ഈ വെച്ചിട്ട് നിങ്ങൾ കുറെ വാക്കുകൾ ഉണ്ടാക്കുക. പിന്നെ വെച്ചിട്ട് കുറച്ച് വാക്കുകൾ ഉണ്ടാക്കുക. വെച്ചിട്ട് കുറെ വാക്കുകൾ ഉണ്ടാക്കുക. അപ്പൊ വവ്വാൽ, ചൊവ്വ, കയ്യൂക്ക്, കയ്യാല, കമ്മൽ, തുമ്മൽ, ചിതൽ. അടുത്തത് പിന്നെ അടുത്ത ആ പാരഗ്രാഫ് നോക്കൂ. രാമു പേരമരത്തിൽ കയറി. അതാ ഒരു വവ്വാൽ തൂങ്ങിക്കിടക്കുന്നു. അവൻ അതിനടുത്തേക്ക് നീങ്ങി. അനക്കം കേട്ട് വവ്വാൽ പറന്നുപോയി. അതായത് രാമു എന്ത് ചെയ്തു? പേരമരത്തില് കേറി. കയ്യാക്കമരം. അതിൽ കയറി. അതാ ഒരു വവ്വാൽ. ആ മരത്തിൽ എന്താണ് തൂങ്ങിക്കിടക്കുന്നത്? വവ്വാലാണ് അതില് തൂങ്ങിക്കിടക്കുന്നത്. അവൻ അതിനടുത്ത് പോയപ്പോ അനക്കം കേട്ടിട്ട് വവ്വാൽ എന്ത് ചെയ്തു? പറന്നുപോയി. അപ്പൊ ഒരിക്കൽ ടീച്ചർ വായിക്കാം, അതോടൊപ്പം നിങ്ങൾ വായിക്കുക. രാമു പേരമരത്തിൽ കയറി. അതാ ഒരു വവ്വാൽ തൂങ്ങിക്കിടക്കുന്നു. അവൻ അതിനടുത്തേക്ക് നീങ്ങി. അനക്കം കേട്ട് വവ്വാൽ പറന്നുപോയി. ഇത് ഒരു 10 ടൈംസ് എങ്കിലും വായിക്കുക. ഇനി വായിക്കാൻ എഴുതാം. ആരാണ് പേരമരത്തിൽ കയറിയത്? ആരാണ് പേരമരത്തിൽ കയറിയത്? രാമുവാണ് പേരമരത്തിൽ കയറിയത്. തൂങ്ങിക്കിടന്നത് എന്താണ്? തൂങ്ങിക്കിടന്നത് എന്താണ്? വവ്വാലാണ് തൂങ്ങിക്കിടന്നത്. വവ്വാലാണ് തൂങ്ങിക്കിടന്നത്. വവ്വാൽ എന്താണ് ചെയ്തത്? വവ്വാൽ എന്താണ് ചെയ്തത്? അനക്കം കേട്ട് വവ്വാൽ പറന്നുപോയി. വവ്വാൽ എന്ത് ചെയ്തു? അനക്കം കേട്ട് പറന്നുപോയി. ഇനി ഇതിന്റെ വീടിന്റെ മേലിലൂടെ എഴുതുക. പിന്നെ ചൊവ്വ എന്നുള്ളത് അതിൽ എത്ര പ്രാവശ്യം എഴുതാൻ പറ്റും? 2 ലൈനിൽ മുട്ടിച്ച് നിങ്ങൾ എഴുതുക. പിന്നെ ചില്ലക്കൊമ്പേൽ ഗരുഡൻ തൂക്കം. എന്താണ് ചില്ലക്കൊമ്പേൽ ഗരുഡൻ തൂക്കം? കടങ്കഥയാണ്. എന്താണത്?
വവ്വാൽ. ചില്ലക്കൊമ്പൽ ഗരുഡൻ തൂക്കം എന്താണ്? വവ്വാൽ. ഇത് നിങ്ങളൊരു 10 പ്രാവശ്യം വായിക്കുക, എഴുതി പഠിക്കുക. ഓക്കെ.